ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ആൽക്കഹോൾ ഒന്നുമില്ലാത്ത നോൺ ആൽക്കഹോളിക് ക്രിസ്മസ് കേക്ക് ആണ്. നമ്മൾ ഓറഞ്ച് ജ്യൂസ് ആണ് ഈ ആൽക്കഹോളിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ്, നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഒക്കെയാണോ ഉള്ളത് ആ ഫ്രൂട്ട്സ് ഒക്കെയാണ് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കുന്നത്. 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഏതാന്ന് പറയട്ടെ. ഇത് ഡ്രൈ ജിഞ്ചർ ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, ഉണക്കമുന്തിരി ഉണ്ട്, ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ട്, ചെറി ഉണ്ട്, ആൽമണ്ട് ഉണ്ട്, കാഷ്യൂ ഉണ്ട്, ബദാം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ആണോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതെല്ലാം കൂടെ നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പം നമ്മളിത് എല്ലാ ഫ്രൂട്ടും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നു. നമ്മളിത് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്നു. ഇതില് ഓറഞ്ച് ജ്യൂസിൽ അത് മുങ്ങി 2 മണിക്കൂർ സോക്ക് ചെയ്ത് കിടക്കട്ടെ. ഇനി നമ്മളിത് നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇവിടെ ബ്രൗൺ ഷുഗർ ആയിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ഷുഗർ വേണമെങ്കിൽ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ട് ഞാനിത് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ അര കപ്പ് ബ്രൗൺ ഷുഗർ അങ്ങോട്ട് ഇട്ടു. അതിലേക്ക് 1 സ്പൂൺ വെള്ളം ഒഴിച്ചു. തീ ഓൺ ചെയ്തു. ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പതേ നമ്മുടെ ഷുഗറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും തീ കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന് ഇതായിക്കഴിഞ്ഞാൽ. ഇപ്പം ഇതെല്ലാം ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് തിളച്ച ഒരു 1/2 കപ്പ് വെള്ളം അത് ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണം. കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ ആളി വരും. ഇനി ഇത് അവിടെ ഇരുന്ന് ചൂടാറട്ടെ. നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ ഇതിൻ്റെ അകത്തിരുന്ന് ചൂടാറി വരട്ടെ. ഇനി നമ്മളുണ്ടല്ലോ അത് ഒരു കഷ്ണം ചുക്ക്, ഒരൽപ്പം കറുകപ്പട്ട, കുറച്ച് ജാതിപത്രി, ഇത് 3ഉം കൂടെ നമ്മൾ പൊടിച്ചെടുക്കണം. ഇത് അതിൻ്റെ അകത്ത് ഇടാനായിട്ടുള്ളതാണ്. ഈ കേക്കിൽ ഇടാനായിട്ട് നമുക്കത് വേണം. അത് പൊടിയായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പതേ നമ്മുടെ ചുക്കും പട്ടയും ജാതിയൊക്കെ കൂടെ പൊടിച്ചു കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിൽ വെച്ചതായിരിക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് അപ്പം തന്നെ എടുത്തോണ്ട് ഒരിക്കലും ഇത് ചെയ്യരുത് കേട്ടോ. ഇത് ശരിയാവില്ല അങ്ങനെ ചെയ്താൽ. ഇത് ഇപ്പതേ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ബീറ്റ് ചെയ്ത് വെച്ച ബട്ടറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട, ഒരിക്കലും നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു സാധനം നേരിട്ട് എടുക്കരുത്. എപ്പോഴും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. 4 മുട്ടയാണ് ഞാൻ ഈ ഇത് ചെയ്യാൻ പോകുന്നത്. അതായത് 200 ഗ്രാം ബട്ടറിലേക്ക് 4 മുട്ട ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. ഇതും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ മുട്ടയും ബട്ടറും ഒക്കെ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ഷുഗർ, അതും നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പതേ നമ്മൾ ആ മുട്ടയും ബട്ടറും ഒക്കെ ബീറ്റ് ചെയ്ത് അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഓറഞ്ച് ജ്യൂസിൽ കിടന്ന് നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇല്ല, അതെല്ലാം നമ്മൾ ഇങ്ങോട്ട് മാറ്റി അതിലേക്ക് നമ്മൾ ഒരു 2 സ്പൂണ് മൈദ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. മൈദ ഇട്ട് നമ്മളൊന്നത് മിക്സ് ചെയ്ത്, കാരണം ഉണ്ടല്ലോ ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കേക്കിലേക്ക് വെക്കുകയാണെങ്കിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം അങ്ങ് താഴോട്ട് താണു പോകും. അപ്പം നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങിക്കിടന്നോളും. ഇനിതേ നമ്മൾ ഒരു 1.5 കപ്പ് സെൽഫ് റൈസിങ് ഫ്ലോറ് ഇങ്ങോട്ടിടുവാണ്. പിന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ ഇതിട്ട്, പിന്നെ നമ്മൾ ആ പൊടിച്ചു വെച്ച നമ്മുടെ ജാതി പട്ടയും
ചുക്കൊക്കെ ഇല്ലേ അതെല്ലാം കൂടെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ അരിച്ചെടുക്കണം. നമ്മളിത് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ അൺസോൾട്ടഡ് ബട്ടർ അല്ലേ ഉപയോഗിച്ചേ, അപ്പം നമ്മളൊരല്പം ഉപ്പിട്ട് കൊടുക്കണം. എന്നാലേ എപ്പോഴും ഈ പഞ്ചസാരയൊക്കെ എടുക്കുമ്പം നമ്മളൊരല്പം ഉപ്പിട്ടാലാണ് അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം നമ്മൾ ആ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ച ഇടയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതൊന്നുകൂടെ ഒരു അരിപ്പ് എടുത്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഈ പൊടിയിൽ നമ്മളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ചുക്കൊക്കെ പൊടിച്ച് വെച്ചതുണ്ട്, ഉപ്പുണ്ട്, ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴത്തേ നമ്മൾ ആ പൊടിയൊക്കെ ഇട്ട് നമ്മളൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഷുഗർ, നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗറില്ലേ, അത് ഒന്നിച്ച് മുഴുവനോട് ഒഴിക്കണ്ട. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി. കാരണം 1/2 കപ്പ് അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായി പോകും. നമ്മൾ ആ പൊടിയൊക്കെ ഇട്ട് പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മെഷീൻ ഉപയോഗിക്കരുത് കേട്ടോ. സ്പാച്ചില വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഓവർ ബീറ്റായി പോകും. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രൂട്ട്സ് ഇല്ലേ, ആ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇനിത് നമ്മൾ കേക്കിന്റെ മിക്സ് നമ്മൾ ട്രേയിലേക്ക് ഇടാൻ പോവുകയാണ്. ഈ ട്രേയില് ഞാൻ ഓൾറെഡി ബട്ടർ പുരട്ടി, അതിനുശേഷം ബട്ടർ പേപ്പർ വെച്ചേക്കുവാണ്. ആ പേപ്പർ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമ്മുടെ ഓവൻ നമ്മൾ 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്യാണ്. നമുക്ക് 45 മിനിറ്റ്സ് ആണ് നമുക്ക് വെക്കേണ്ടത്. അപ്പം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ അതേ ട്രേയിലേക്കെല്ലാം ഒഴിച്ചു. ഇനി നമ്മളിതെല്ലാം ടാപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും എയർ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇത് ടാപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ എയർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ടാപ്പ് ചെയ്തു. ഇനി ഇത് നമ്മളൊരു 4 കാഷ്യൂ ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടുവാണ്. ഇനി ഇതേ നമ്മൾ ഓവനിലേക്ക് ഇത് വെക്കുകയാണ് കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ കേക്ക് റെഡിയായി. ഇത് റെഡിയായോ എന്ന് നോക്കാനായിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കണം. അപ്പം ഇങ്ങനെ കുത്തി നോക്കുമ്പം ഇതിൻ്റെ അകത്തൊന്നും പിടിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് റെഡിയായെന്നാണ്. ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള ക്രിസ്മസ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ചതുരത്തിലുള്ള കേക്കാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാരണം എനിക്കത് കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ. ഞാൻ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. ഞാൻ എപ്പോഴും സ്ക്വയറാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.